സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റായിട്ട് ഞാൻ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നോടൊപ്പം ജനറൽ സെക്രട്ടറി ആയിട്ട് ശ്രീ ഡെന്നി പോള്, ട്രഷററായിട്ട് ശ്രീ ജോഷി ജോർജ്, വൈസ് പ്രസിഡന്റുമാരായിട്ട് ബിജു പൂപ്പത്ത്, ബെന്നി കുര്യാക്കോസ്, 2 സെക്രട്ടറിമാർ മനോജ് അലക്സ് മംഗലി, ജോബി നെല്ലിശ്ശേരി. ഞങ്ങളുടെ സത്യപ്രതിജ്ഞ നാളെ 12-ാം തീയതി വൈകിട്ട് 7 മണിക്ക് അങ്കമാലി വ്യാപാര ഭവനിൽ നടക്കും. ഉദ്ഘാടനം ചെയ്യുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ പി സി ജേക്കബാണ്. അതോടൊപ്പം തന്നെ നമുക്ക് അങ്കമാലിക്ക് കിട്ടിയ ഒരു വലിയ ഭാഗ്യം, അങ്കമാലിക്ക് കിട്ടിയ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ റോജി എം ജോണിന് സ്വീകരണവും നൽകുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ ജില്ലാ മണ്ഡലം ഭാരവാഹികൾ എല്ലാവരും പങ്കെടുക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്ത വർഷത്തെ പദ്ധതികൾ കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, മെട്രോ റെയില്, ബൈപ്പാസ്, ഇതെല്ലാം അങ്കമാലിയിലേക്ക് വരാനായിട്ട് ഏറെ താമസം ഉണ്ടാവില്ല എന്നറിയാം. അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ വ്യാപാരികളുടെ സഹകരണത്തോടെ വാണിജ്യ സമുച്ചയങ്ങൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർക്കിംഗ് സൗകര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാർക്കിംഗ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നവമാധ്യമങ്ങളുടെ സഹായത്തോടെ വ്യാപാരം മെച്ചപ്പെടുത്താനുള്ള സൗകര്യങ്ങൾ കൂടി ഞങ്ങൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അങ്കമാലിയിൽ നിന്ന് വിട്ടുപോയ പല വ്യാപാരങ്ങളും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ അതിലൂടെ കാണുന്നത്. അതുപോലെ തന്നെ വ്യാപാരികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ വ്യാപാരികൾ, കഴിഞ്ഞ 30 വർഷമായിട്ട് അങ്കമാലി ടൗണിൽ ബിസിനസ് ചെയ്യുകയും 70 വയസ്സ് തികഞ്ഞവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനും സംഘടന ലക്ഷ്യമിടുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. പുതിയ പദ്ധതികൾ, അടുത്ത കമ്മിറ്റികൾ കൂടി കൂടുതൽ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ എന്നും വ്യാപാരികൾക്ക് വേണ്ടി മാത്രമല്ല, അങ്കമാലിയിലെ പൊതുജനങ്ങളെയും കൂടി കണക്കിലെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. കഴിഞ്ഞ ഏതാണ്ട് 70 വർഷങ്ങളായിട്ട് അങ്കമാലിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നും പൊതുജനങ്ങളുടെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് വ്യാപാരികളെ സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് അങ്കമാലി മർച്ചൻസ് അസോസിയേഷൻ എന്നും കൈക്കൊണ്ടിട്ടുള്ളത്. അത് തന്നെ ഈ വരുന്ന 2 വർഷവും തുടർന്നു പോകും എന്നാണ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അങ്കമാലി മർച്ചന്റ് അസോസിയേഷന്റെ പുതിയ ഭരണസമിതി വന്നപ്പോൾ കുറച്ച് പഴമക്കാരും അതേപോലെ തന്നെ കുറച്ച് പുതുമുഖങ്ങളുമുള്ള ഒരു ഭരണസമിതിയാണ് ഇപ്പം നിലവിൽ വന്നേക്കുന്നത്. അത് അങ്കമാലി മർച്ചന്റ് അസോസിയേഷന്റെ എല്ലാവിധ നേട്ടങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെതായിട്ടുള്ള, അതായത് അസോസിയേഷൻ മെയിനായിട്ട് നിൽക്കുന്നത് അസോസിയേഷന്റെ കാര്യവും അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിയാണ്. അപ്പൊ അതിലേക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അസോസിയേഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്ന് പുതിയ ഭരണസമിതിയുടെ പേരിൽ ഞാൻ പ്രത്യേകം പറയുകയാണ്. നമ്മുടെ പുതിയ പ്രസിഡന്റ് എൻ വി കോളച്ചന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തീർച്ചയായിട്ടും വ്യാപാരികൾക്ക് ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് അവർ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും വ്യാപാരികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കറിയാം, ഓൺലൈൻ മീഡിയകളുടെ കാരണം നമ്മുടെ വ്യാപാര മേഖല അല്പം ഒരു ശോഷണത്തിലാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ അങ്കമാലിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഡിജിറ്റൽ പ്രൊമോഷൻ നടത്തി അങ്കമാലിയിലേക്ക് വ്യാപാരികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് മാർഗങ്ങൾ ആലോചിക്കുന്നു. ബിജു പൂപ്പത്ത്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത്തവണത്തെ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു മത്സരത്തിലൂടെയാണ് ഈ തവണ ഒരു ഭരണസമിതി അധികാരത്തിലേറിയത്. അത് വലിയൊരു ജനപിന്തുണയോടുകൂടി തന്നെ പോളഞ്ചേട്ടൻ 2ാമത് പ്രസിഡന്റ് ആവുകയാണ് ചെയ്തത്. മുൻകാലങ്ങളിൽ ചെയ്ത ഈ വ്യാപാരി സമൂഹത്തിന് വേണ്ടി അദ്ദേഹം ചെയ്ത ആ സേവനങ്ങളുടെ ഒരു അംഗീകാരം കൂടിയായിട്ടാണ് ഞങ്ങൾ ഈ ഇലക്ഷനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാനലിൽ നിന്ന് 19 പേരും മറ്റു പാനലിൽ നിന്ന് 9 പേരും ജയിച്ച്. പക്ഷെ ജയിച്ചു വന്നതിന് ശേഷം നമ്മൾ വ്യാപാരി സമൂഹം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കാമെന്നുള്ള രീതിയിൽ ആ ഒരു എന്താ പറയാ, അത്തരത്തിലുള്ള ഏകോപനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗം കൂടി തീരുമാനിച്ചു. ഇനി എല്ലാവരും ഒന്നായി വ്യാപാര സമൂഹത്തിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും എന്തൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് തന്നെ ചെയ്യും.
അതാണ് വ്യാപാരി സമൂഹത്തിനോട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങൾ എല്ലാവരുടെയും സഹകരണം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, അതുപോലെ തുടർന്നും ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. ആദ്യമായിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് കടന്നിട്ടുള്ള വ്യക്തിത്വമാണ്. ശക്തമായൊരു മത്സരത്തിലൂടെ ഞങ്ങൾ വീണ്ടും കോടതിയുടെ നേതൃത്വത്തിൽ ഭരണസമിതിയിലേക്ക് വന്നിരിക്കുകയാണ്. വ്യാപാരികളുടെ ക്ഷേമത്തിനും പൊതുജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് നമ്മുടെ ഈ ഭരണസമിതി തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പു തരുന്നു. ഓക്കെ, അടുത്തായിട്ട് ജോബി നെല്ലിശ്ശേരി. അദ്ദേഹം യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റായിട്ടാണ് സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നത്. ഒരു ടൈം യൂത്ത് വിങ് പ്രസിഡന്റ് എന്നുള്ള നിലയിലുള്ള സേവനം അനുഷ്ഠിച്ചു. അത് കഴിഞ്ഞ് 2 ടൈം വീണ്ടും എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ആദ്യമായിട്ട് സെക്രട്ടേറിയറ്റ് കടന്നു വരുന്ന ജോബി നെല്ലിശ്ശേരി. നമ്മുടെ പുതിയ പ്രസിഡന്റ് ശ്രീ MP പോളച്ചന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സംഘടനയുടെ ഇപ്പോഴത്തെ ഒരുപാട് ക്ഷേമകാര്യങ്ങളൊക്കെ സംസാരിക്കുകയുണ്ടായി. ഒരുപാട് സംസാരിക്കാനുണ്ടെന്ന് പറയുകയും ചെയ്തു അദ്ദേഹം. ഇതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനോടൊപ്പം ചേർന്ന് വ്യാപാരികൾക്കൊപ്പം ചേർന്ന് നിന്ന് ഇതിനോടൊപ്പം 100% നിർബന്ധപ്പെടുത്തി ശ്രീ MP പോളച്ചന്റെ കൂടെ നിന്ന് ഇതിനായി ഒപ്പം പൊരുതുമെന്ന് ഇതിനോടകം വാക്കുകൾ വരുന്നു. അത് ഒരു മെമ്പർ എന്ന രീതിയിലും സെക്രട്ടറി എന്ന രീതിയിലും ഉണ്ടാക്കണമെന്ന് കഴിഞ്ഞ ഭരണസമിതിയിലും ആലോചിച്ച കാര്യമാണ്. കൃത്യമായി അതിനുവേണ്ടി 1-2 ശ്രമങ്ങളും നടത്തിയിരുന്നു. നമുക്ക് സൂട്ടബിളായ ഒരു സ്ഥലം കിട്ടാതിരുന്നതുകൊണ്ട് മാത്രം നമ്മൾ പിന്നോട്ടടിച്ചാണ്. അതിന്റെ ഒരു തുടർച്ചയെന്നോണം ഇത്തവണയും ആ ഭരണസമിതി മുന്നോട്ട് നീങ്ങും. ഇത്തരം കാര്യങ്ങൾ ആ ഭരണസമിതിയുടെ നയം തന്നെയാണോ ഈ കുറെ വ്യാപാരികളുടെ പണം ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്? കഴിഞ്ഞ ഭരണസമിതി അത് വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്നത്, അതായത് പണം ലോൺ എടുത്ത് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു നിലപാടാണ് വ്യാപാര സമിതി സ്വീകരിച്ചത്. അതിന്റെ 5 ഇരട്ടിയോളം ആളുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അതിനകത്ത് ഈ ഭരണസമിതി ആരുടെ ഒപ്പം നിൽക്കാനാണ് ഈ ഭരണസമിതി? കഴിഞ്ഞ ഭരണസമിതി ഈ ഭരണസമിതിയും വേട്ടക്കാരോടൊപ്പം ആയിരുന്നില്ല. അതൊരു തെറ്റിദ്ധാരണയാണ്. ഞങ്ങള് വ്യാപാരികളായിട്ടുള്ള 2 വിഭാഗത്തിൻ്റെയും കൂടിയാണ്. ഈ പറഞ്ഞ പണം നഷ്ടപ്പെട്ടവർക്ക് ലോൺ എടുത്തവരാണ് കൊടുക്കേണ്ടതെന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ലോൺ എടുത്തവരുടെ കാര്യത്തിലും ചില ബുദ്ധിമുട്ടുകളുണ്ട്. അവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2 പേരെയും ചേർത്തുകൊണ്ട് 2 പേരെയും സഹായിക്കുന്ന ഒരു സമീപനമാണ് സംഘടന നടത്തിയിട്ടുള്ളത്. അതിനോടുള്ള ശ്രമവും നടത്തി. ആ ശ്രമം നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും ആ ശ്രമവുമായിട്ട് മുന്നോട്ട് പോകും. നഷ്ടപ്പെട്ടവർക്ക് തിരിച്ച് പൈസ കിട്ടാനുള്ള ശ്രമവും അങ്കമാലി മർച്ചന്റ് അസോസിയേഷന്റെ ഭാഗത്തുണ്ടാവും. ലോൺ എടുത്ത ആളുകളെ കൊണ്ട് തിരിച്ചടപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവും എന്നുള്ളത് നിങ്ങളോട് ഉറപ്പായിട്ട് പറയണം. പോയവരായാലും വിട്ടവരായാലും ഒരു സ്ഥാപനത്തിന് മുമ്പിൽ സമരം ചെയ്തല്ല അത് നേടേണ്ടത്. നേടാൻ കൃത്യമായ വ്യവസ്ഥാപിതമായ മാർഗങ്ങളുണ്ട്. ഈ പറഞ്ഞ ലോൺ എടുത്തവരും ചെയ്യുന്നത് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെയാണ്. അവർ കേസിന് പോകുന്നു. അവരുടെ ന്യായം കോടതി കേൾക്കണ്ടേ? അതേപോലെ തന്നെ കിട്ടാനുള്ള ആളുകളും അതിന്റെ രീതിയിൽ പോകുന്നുണ്ട്. അവരെ സഹായിക്കാൻ നിങ്ങൾ കിട്ടാനുള്ള ആളുകളുടെ ഏത് വേദിയിലും സംസാരിക്കാൻ ഞങ്ങൾ തയ്യാറാ. ഞങ്ങൾക്ക് നടത്തൂല. കുറെ പേരാ 2 പേരെയും വിഷമിപ്പിച്ചേക്കാണ്. പൈസ കിട്ടിയവനും കെടുത്തവനൊക്കെ വിഷമിപ്പിച്ചേക്കാണ്. അതിന്റെ ബാധ്യത ചിലർക്ക് മാത്രം വരാ എന്ന് പറയുന്നത് അനുവദിക്കാവുന്നതല്ല. പക്ഷെ ഞങ്ങൾ എന്തായാലും അധികം വൈകാതെ തന്നെ ഈ നഷ്ടപ്പെട്ടവരെ വിളിച്ചു ചേർത്ത് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരിക്കലും ഒരു കടയുടെ മുമ്പിലും സമരം ചെയ്യാനായിട്ട് ഞങ്ങൾ അനുവദിക്കില്ല. അത് ഏത് കാരണമായാലും, ഏത് കാരണത്തിന്റെ പുറത്തായാൽ പോലും അതിന് വേദികളുണ്ട്. ആ വേദികളിൽ സംസാരിച്ച് തീർക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. കടകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇതില് തുക കിട്ടാനുള്ള ആരുണ്ടോ അവരെ വിളിച്ചു ചേർത്ത് അവർക്ക് സഹായകരമായ നീക്കങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും.